അസ്സലാമു അലൈക്കും. ഐഷുമ്മയും ആബിദും ജ്വല്ലറിക്ക് മുന്നിൽ ചെന്നതും ഡോറിനടുത്ത് തന്നെ നിന്നിരുന്ന സുന്ദരിയായ പെൺകുട്ടി അവരുടെ അടുത്തേക്ക് വന്നു വാതിൽ തുറന്നു കൊടുത്തു. സാർ, എന്താണ് വേണ്ടത്? അവൾ വിനയപൂർവ്വം ചോദിച്ചു. സ്വർണം വിൽക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി വേറൊരാളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. സാർ, ഇവർ പർച്ചേസിങ്ങിനല്ല വന്നത്, സെയിൽ ചെയ്യാൻ വന്നതാ. അയാളോട് കാര്യം പറഞ്ഞ് വീണ്ടും ഡോറിനടുത്ത് തന്നെ പോയിരുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കേ. അയാൾ ആബിദിനെയും ഐഷുമ്മയും വേറൊരു ഏരിയയിലേക്ക് കൊണ്ടുപോയി. സാർ, വിൽക്കാനുള്ളത്? അയാൾ ആബിദിന് നേരെ തിരിഞ്ഞു ചോദിച്ചു. ആബിദ് ഭദ്രമായി പൊതിഞ്ഞ് തൻ്റെ കയ്യിൽ കരുതിയിരുന്ന കവർ എടുത്ത് അയാൾക്ക് നേരെ നീട്ടി. അയാളത് അവരുടെ മുന്നിൽ നിന്ന് തന്നെ തുറന്ന് കൗണ്ടറിന് മുന്നിൽ നിരത്തി പരിശോധിച്ചു. ആദ്യത്തെ പരിശോധനയ്ക്ക് ശേഷം അയാൾ മുരുക എന്ന് പേര് വിളിച്ച ഉടൻ തന്നെ മുരുകൻ അയാളുടെ മുന്നിലെത്തി. നീ ഇതൊന്ന് ഉരച്ചു നോക്ക്, പിന്നെ നമ്മുടെ കടയിൽ നിന്ന് എടുത്തതാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക കൂടി വേണം കേട്ടോ. അയാൾ പറയുന്നത് കേട്ട് ഐഷുമ്മക്കൊരു സംശയം. ഇനി ഈ സ്വർണമൊന്നും ഇവിടുത്തേതല്ലെങ്കിലോ? ഇരട്ടിയായ സ്വർണം തങ്ങളുപ്പാപ്പാക്ക് ജിന്നു കൊടുത്തതാകില്ലേ? ഐഷുമ്മ ആ സംശയം മനസ്സിൽ വെച്ച് മുരുകനെ തന്നെ നോക്കിയിരുന്നു. ഇയാളിത് എന്ത് ചെയ്യാൻ പോകുന്നു എന്നർത്ഥത്തിൽ. മുരുകൻ ആദ്യം നോക്കിയത് തങ്ങളുടെ കടയിൽ നിന്നും എടുത്തതാണോ എന്നാണ്. ആദ്യത്തെ ചെക്കിങ്ങിൽ തന്നെ തങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിയതല്ലെന്ന് മനസ്സിലാക്കി. അയാൾ പിന്നെ ആ സ്വർണം ഉരച്ചു നോക്കി. മുരുകൻ്റെ നെറ്റി ചുളിഞ്ഞു. കയ്യിലുള്ളത് അവിടെ വെച്ച് വേറെ ഒന്നെടുത്ത് ഉരച്ചു നോക്കി. ഇല്ല, ഇത് സ്വർണ്ണമല്ല. മുരുകൻ ഓരോന്നെടുത്ത് പരിശോധിച്ചു. ഒന്നും സ്വർണ്ണമല്ല, എല്ലാം 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങളാണ്. മുരുകൻ മുന്നിലിരിക്കുന്നവരെ ഒന്ന് നോക്കി. കണ്ടിട്ട് നല്ല തറവാടികളാണ്, എന്നിട്ട് ഇങ്ങനെ പറ്റിക്കുമോ? ഉണ്ടാകും, ഇപ്പോഴെല്ലാം ട്രെൻഡായതല്ലേ. പണക്കാരും തറവാടികളൊക്കെ ചെയ്യുന്ന ബിസിനസ്സിനും ചെറ്റത്തരങ്ങൾക്കും കയ്യും കണക്കും ഇല്ലല്ലോ. മുരുകൻ വേഗം തന്നെ ഈ ജോലി ഏൽപ്പിച്ച് സാറിനെ മെല്ലെ പോയി കണ്ട് കാര്യം പറഞ്ഞു. ആ ഷോപ്പിൽ GM ആയിരുന്നു അത്. ഇങ്ങനെയുള്ളവരെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നത് പന്തിയല്ല എന്ന് മനസ്സിലാക്കി അയാൾ MDക്ക് ഫോൺ ചെയ്തു പറഞ്ഞു. ഞാനിതാ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ GMന് സമാധാനമായിരുന്നു. ഒരു സ്വർണം എടുക്കാൻ ഇത്രയും സമയമോ? ഇവർക്കിതൊന്ന് എടുത്ത് പണം തന്ന് വേഗത്തിലൊന്ന് ഒഴിവാക്കി തന്നാൽ എന്ത്? ഐഷുമ്മക്ക് അവിടെ ഇരിക്കും തോറും ദേഷ്യം വന്നു. മുരുകനും GMും പിന്നെ ഇപ്പോൾ കടന്നു വന്ന ഒരാളും കൂടി മാറി നിന്ന് സംസാരിക്കുന്നത് ആബിദ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരിടയ്ക്കിടയ്ക്ക് തങ്ങളുടെ ഭാഗത്തേക്ക് നോക്കി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് കാണുന്തോറും ആബിദിൻ്റെ മനസ്സ് എന്തിനല്ലാതെ ഒരു ചെറിയ ഭയം ഉണ്ടായിരുന്നു. 2 മിനിറ്റ് കഴിഞ്ഞു കാണും. അവർ 3 പേരും കൂടി തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ട് ആബിദ് ചെയറിലൊന്ന് അനങ്ങിയിരുന്നു. സാറ്, നിങ്ങളുടേത് ഇത് സ്വർണ്ണമല്ല കേട്ടോ, നിങ്ങൾ ആരോ പറ്റിച്ചതാണ്. മാനേജർ ആബിദിനോട് പറഞ്ഞപ്പോൾ ഐഷുമ്മക്ക് ദേഷ്യം കൂടി. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ തന്നാൽ മതി, ഞങ്ങൾ വേറെ കടയിൽ കൊടുത്തോളാം. എത്ര നേരമായി ഞങ്ങളിവിടെ കാത്തിരിക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോഴാണ് സൗകര്യം ഉണ്ടായത് പറയാൻ? ഓ, എന്നിട്ടിപ്പോൾ പറയാം സ്വർണ്ണമല്ലെന്ന്. നിങ്ങൾ ഇതുപോലെയുള്ള സ്വർണം കണ്ടിട്ടില്ല, അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ? വേഗം ഞങ്ങൾ തന്നത് ഇങ്ങ് തിരിച്ചു തന്നാൽ ഞങ്ങൾക്ക് പോകാമായിരുന്നു. ഐഷുമ്മ ധൃതി കൂട്ടി. മാനേജർ MD ഒന്ന് നോക്കി അയാൾ കൊടുത്തോളാൻ ആംഗ്യം കാട്ടി. എന്നിട്ടും മാനേജർ ഒന്ന് സംശയിച്ചു നിന്നു. പോലീസിൽ അറിയിക്കേണ്ട കേസല്ലേ എന്നോർത്ത്. എന്നാലും മുതലാളി പറഞ്ഞ വേറെ മാർഗമില്ലല്ലോ എന്നോർത്ത് അതെല്ലാം വാരിക്കെട്ടി അവർക്ക് തന്നെ കൊടുത്തു. തങ്ങൾ സ്വർണം എടുക്കുന്ന കാലങ്ങളായി എടുക്കുന്ന ഷോപ്പാണ്. അവർ തങ്ങളെ പറ്റിക്കുമോ? ആബിദിന് സംശയമായി. അവർക്ക് തങ്ങളെ പറ്റിച്ചിട്ട് എന്ത് കിട്ടാനാണ്? എന്നാൽ ഉമ്മ പറയുന്നതൊന്നും തള്ളിക്കളയാനും പറ്റുന്നില്ല. ആബിദ് ഐഷുമ്മയുടെ പിന്നാലെ എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി. അവിടുത്തെ സ്റ്റാഫുകളും MDയും തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അവൻ വേഗം മുഖം തിരിച്ചു. സാർ, എന്തിനാ അവരെ അങ്ങനെ പറഞ്ഞു വിട്ടത്? പോലീസിൽ അറിയിക്കാമായിരുന്നില്ലേ? മാനേജർ MDയോടായി പറഞ്ഞു. അവരെ ആരോ നന്നായി പറ്റിച്ചതാടോ. നീ കേട്ടില്ല ഉമ്മ പറയണത്? പോരാത്തിന് അവർ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. നീ അതിലെ ഡിസൈൻ ശ്രദ്ധിച്ചില്ലേ? നമ്മുടെ മാത്രം വെറൈറ്റി ഡിസൈനും അതിലുണ്ട്. അപ്പോൾ നമ്മുടെ സ്വർണത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അവരാരോ നന്നായിട്ട്
പറ്റിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഇനി പോലീസിനെ കൂടി വിളിച്ച് ബുദ്ധിമുട്ടിക്കണോ? അയാൾ ചോദിച്ചതിന് ശരിവെക്കും പോലെ മാനേജർ തലയാട്ടി. ഐഷുമ്മ പറഞ്ഞതനുസരിച്ച് ആബിദ് എവിടെ നിന്നും ആദ്യം കണ്ട മറ്റൊരു ജ്വല്ലറിക്ക് മുന്നിൽ കാർ നിർത്തി. നമുക്ക് എന്തായാലും ഇവിടെ കൊടുക്കാം, ഐഷുമ്മ ആബിദിനെ നോക്കി പറഞ്ഞു. ആദ്യത്തെ ഉഷാറൊന്നുമില്ലെങ്കിലും അവൻ ഉമ്മയുടെ കൂടെ ഇറങ്ങി. ആദ്യത്തെ പോലെ വലിയ ഷോപ്പൊന്നുമല്ലെങ്കിലും പരമ്പരാഗതമായുള്ളൊരു ഷോപ്പാണ്. ഒരു തട്ടാൻ ജോലി ചെയ്ത് സ്വന്തമായി ചെറിയൊരു കട തുടങ്ങിയതായിരുന്നു. ഇപ്പോൾ അത് വലിയൊരു ഒറ്റ ഫ്ലോറിൽ അത്യാവശ്യം നല്ലതുപോലെ നടക്കുന്നുണ്ട്. ഐഷുമ്മയും ആബിദിനെയും അവരും സ്വീകരിച്ചിരുത്തി. തങ്ങൾ സ്വർണം വിൽക്കാനാണെന്ന് പറഞ്ഞ തങ്ങളുടെ കയ്യിലെ പൊതി അവർക്ക് നേരെ നീട്ടുമ്പോൾ ആബിദിൻ്റെ കൈ വിറച്ചു. അവൻ മനസ്സിലത് സ്വർണ്ണമല്ല എന്ന് പറയരുതേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അവരും ആ സ്വർണം ചെക്ക് ചെയ്തു ആബിദിനെയും ഐഷുമ്മയെയും നോക്കി. നിങ്ങളിത് എവിടെ നിന്നാണ് മേടിച്ചത്? അത് അഷ്റഫ് ജ്വല്ലറിന്നാ, ഐഷുമ്മയാണ് മറുപടി പറഞ്ഞത്. എന്നിട്ട് എന്താ അവിടെ പോയി കൊണ്ട് വിൽക്കാതെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് അയാൾ ചോദിച്ചു. ഞങ്ങൾ അവിടെ പോയതായിരുന്നു. അപ്പോൾ അവർക്ക് സംശയം ഇത് സ്വർണ്ണമാണെന്ന് ഐഷുമ്മ ഇത്തിരി കെറിവോടെ പറഞ്ഞു. സംശയമല്ല, ഇത് സ്വർണ്ണമല്ല, പൂശിയതാണ്. മനുഷ്യൻ്റെ സമയം കളയാനായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളും, അയാൾ ദേഷ്യത്തിൽ പറഞ്ഞു. മോനെ ഈ വാ, നമുക്ക് പോവാം. ഐഷുമ്മ കലി പൂണ്ട് അവിടെ നിന്നും വേഗത്തിൽ എണീറ്റു. അവർക്കിപ്പോഴും താൻ പറ്റിക്കപ്പെട്ടു എന്നൊരു കാര്യമേ മനസ്സിലില്ല. മോനെ, വേഗത്തിൽ എഴുന്നേറ്റ് വന്നു പോകാൻ നിന്ന ഐഷുമ്മ തിരഞ്ഞു നിന്ന കടയുടമയെ നോക്കി. മോനെ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ജെന്നിൻ്റെ കട അറിയോ? അവിടെ കൊടുത്താൽ ഇത് ശരിയാവും, ഐഷുമ്മ പറയുന്നത് കേട്ട് അതുവരെ ചെയറിൽ നിന്നും എഴുന്നേൽക്കാതെ ഇരുന്ന ആബിദ് മെല്ലെ എഴുന്നേറ്റു. അവൻ്റെ മനസ്സിൽ അപായ സൂചന മുഴങ്ങി. അവൻ അയാളോട് സംസാരിക്കുകയായിരുന്ന ഐഷുമ്മയോടൊന്ന് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. സാർ, ഞാൻ വീട്ടിൽ പോയി പെട്ടെന്ന് വരാം. ഇതിൻ്റെ കൂടെ കുറച്ചുകൂടി സ്വർണ്ണമുണ്ടായിരുന്നു, അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യണം. അവൻ്റെ ദയനീയ മുഖത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ അയാൾ തലയനക്കി സംസാരിച്ചു. മോനെ, ഞാനും വരാം, ഐഷുമ്മ പറഞ്ഞപ്പോൾ. നിങ്ങളിവിടെ ഇരിക്കേ, ആ ചാവി ഇങ്ങോട്ട് താ, ഞാൻ പോയി വേഗം വരാം. അവന് പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത അത്രയും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഐഷുമ്മയുടെ ഓരോ പ്രവൃത്തിയിലും എല്ലാം കടിച്ചു പിടിച്ചിരിക്കുന്നതാണ്. ഐഷുമ്മ ചാവി കൊടുത്തു എന്നതിലുപരി ആബിദ് ചാവി പിടിച്ചു വാങ്ങിയെന്ന് പറഞ്ഞാൽ മതി. അവൻ ആ ചാവിയും കൊണ്ട് വേഗത്തിൽ വീട്ടിൽ ചെന്നു. ബാക്കി വെച്ച സ്വർണം കൂടി എടുത്ത് ധൃതിയിൽ പുറത്തേക്ക് തന്നെ പോന്നു. ആബിദ് ഉമ്മയില്ലാതെ വരുന്നതും ധൃതി പിടിച്ചു പോകുന്നതും കണ്ട് റസിയ അന്താളിച്ചു പോയിരുന്നു. വീണ്ടും കടയിലെത്തി അവൻ കൊണ്ടുവന്ന സ്വർണമെല്ലാം ചെക്ക് ചെയ്യിപ്പിച്ചു. എല്ലാം പൂശിയതാണെന്നറിയെ തളർന്നിരുന്നു പോയി. കുറച്ചെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്ന അവൻ്റെ മനസ്സിൽ. പക്ഷെ ആ പ്രതീക്ഷ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഒരു കച്ചിത്തുരുമ്പായിരുന്നു ഈ സ്വർണം എനിക്ക്. ഇനി പണത്തിന് എന്ത് ചെയ്യും? അവനെ നിരത്തി വെച്ചത് എടുക്കാതെ എഴുന്നേറ്റു. ഇതെന്താ ഇവിടെ വെച്ച് പോണ്? ആർക്കും വേണ്ടെങ്കിൽ എനിക്ക് വേണത്, ഐഷുമ്മ തൻ്റെ കവറിലെല്ലാം വാരിക്കൂട്ടി എടുത്തപ്പോഴേക്കും ആബിദ് വണ്ടി സ്റ്റാർട്ടാക്കിയിരുന്നു. അവന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് പാളിക്കൊണ്ടിരുന്നു. മോനെ, എന്താ ഇങ്ങനെ പിരാന്തൊടിച്ചാൽ പോലെ ഓടിക്കണേ? ഒന്ന് മെല്ലെ ഓടിക്ക്, ആബിദിനെ നോക്കി ഐഷുമ്മ പറഞ്ഞു. വീട്ടിലെത്തിയപാടെ ഐഷുമ്മയോട് പോലും ഒന്നും മിണ്ടാതെ റൂമിൽ കയറി വാതിലടച്ചതാണ് ആബിദ്. ഇനി ചാച്ചുവിനെ കാണിക്കണമെങ്കിൽ കയ്യിൽ പണമില്ല. ചികിത്സിക്കേണ്ടെന്ന് കരുതിയാൽ അതും നടക്കില്ല. കല്യാണം പറഞ്ഞു വെച്ച് വീട്ടുകാർ എല്ലാം അറിഞ്ഞതാണ്. പോരാത്തതിന് അവനെ കാണിക്കുന്ന ഡോക്ടറുടെ ജൂനിയർ ആ പെണ്ണിൻ്റെ അടുത്ത ബന്ധു കൂടിയാണ്. അവൻ ഇനി എന്തുകൊണ്ട് ഓപ്പറേഷൻ നടത്തുന്നില്ല എന്ന് ചോദിക്കില്ലേ? എല്ലാം കൂടി ആലോചിച്ചപ്പോൾ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. അവൻ തലമുടിയിൽ പിടിച്ചു വലിച്ചു. അവന് ഉറക്കെ അലറാൻ തുടങ്ങി. ആബിദിന് ഐഷുമ്മയെ ഒന്നും പറയാൻ വയ്യ. താനായി വാങ്ങിച്ചു കൊടുത്തതല്ല, എല്ലാം ഉമ്മയുടെ മുതലാണ്. അവനെ എങ്ങനെയെങ്കിലും ചികിത്സിക്കണം. എല്ലാവരുടെയും മുന്നിലും തൻ്റെ മാനം രക്ഷിക്കണം. ഒടുവിൽ റസിയയുടെ ഉള്ള സ്വർണം വിൽക്കാമെന്ന് അവൻ തീരുമാനിച്ചു. എന്തോ ഭാഗ്യം അവൾക്ക് ആ സ്വർണം തങ്ങൾക്ക് കൊടുക്കാൻ തോന്നാഞ്ഞത്. അത് കൊടുക്കാത്തതിന് ഞാനും അവളെ ചീത്ത പറഞ്ഞതാണ്. കൊടുക്കാതെ നിന്ന് നന്നായി, ഇല്ലെങ്കിലിപ്പോൾ എന്ത് ചെയ്തേനെ? അവൻ റൂമിൽ നിന്നും പുറത്തിറങ്ങി റസിയയുടെ അടുത്ത് ചെന്നു. ഈ എൻ്റെ സ്വർണ്ണം എടുക്ക്, അത് കൊണ്ടുപോയി വിൽക്കട്ടെ. മോനെ, നാളെയില്ല ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞത്, അതിന് പണം വേണമെങ്കിൽ ഇത് വിൽക്കണം. അത്രയെങ്കിലും പറഞ്ഞത് അവളുടെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടിട്ടാണ്. ഇവരല്ലേ ഇപ്പോൾ സ്വർണം വിൽക്കാൻ പോയത്, എന്നിട്ടിപ്പോൾ എന്ത് പറ്റിയെന്ന് എന്നുണ്ടെങ്കിലും പേടി കാരണം അവൾ ചോദിച്ചില്ല. മോനെ, ഈ ഇത് വേറെ വല്ല കടയിലും കൊണ്ടുപോയി കൊടുത്ത് നല്ല വിലക്ക് വിറ്റിട്ട് വാ എന്ന് പറഞ്ഞ് ഐഷുമ്മ അവർ തിരികെ കൊണ്ടുവന്ന കവർ എടുത്തു കൊടുത്തു. ദേഷ്യം കൊണ്ട് അവൻ ആ കവർ എടുത്തു ഒരൊറ്റ ഏറ് വെച്ച് കൊടുത്തു. നിങ്ങളോടല്ലേ
അത് സ്വർണ്ണമല്ലെന്ന് അവരൊക്കെ പറഞ്ഞത്. എന്നിട്ട് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ആ തങ്ങളുപ്പാപ്പ പറ്റിച്ചു. അവൻ ഐഷുമ്മയുടെ മുഖത്ത് നോക്കി അട്ടഹസിച്ച് പറഞ്ഞു. അതുവരെ താൻ പറ്റിച്ചത് അറിയാഞ്ഞിട്ടോ അത് ഉൾക്കൊള്ളാഞ്ഞിട്ടോ എന്നറിയില്ല. ഐഷുമ്മയുടെ പെരുമാറ്റം നോർമലായിരുന്നു. എന്താ ഈ പറഞ്ഞത്? എന്താണ് ഈ പറഞ്ഞതെന്ന് ഐഷുമ്മ അവന് നേരെ ഒച്ചയിട്ടു. മനസ്സിലായില്ലേ? ഇതെല്ലാം മുക്കുപണ്ടാണെന്ന്. ഇനി ഏത് കടയിൽ കൊടുത്താലും ഇതന്നെ പറയൂ. വീണ്ടും അവൻ ഒച്ചയിട്ട് പറഞ്ഞത് കേട്ട് അവർ അവനെ തല്ലി. ഈ പൊള്ളു പറയാ. വീണ്ടും വീണ്ടും തല്ലി അവർ പിറുപുറത്ത് കൊണ്ട് അവൻ വലിച്ചെറിഞ്ഞ പൊതി എടുത്ത് മാറോട് അടക്കി പിടിച്ചു. തട്ടിപ്പ് ഉണ്ടാകുമെന്ന് വിചാരിച്ചു തന്നെയാണ് തൻ്റെ സ്വർണം കൊടുക്കാതിരുന്നത്. എങ്കിലും കേട്ട വാർത്തയിൽ റസിയയും ഞെട്ടിയിരിക്കുകയാണ്. പഠിച്ചോനെ, 60 പവന്! ഇന്നത് കൊടുക്കുകയാണെങ്കിൽ എത്ര ഇരട്ടി ക്യാഷ് കിട്ടുമായിരുന്നു. ഈ അവസ്ഥയിൽ എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് ഉപകരിച്ചേനെ. അവൾക്ക് ഐഷുമ്മയോട് കടുത്ത ദേഷ്യം തോന്നി. ആബിദ് റസിയയുടെ സ്വർണം വിറ്റ് വന്ന് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തേണ്ടി വരുമെന്ന് പറഞ്ഞ് വീണ്ടും റസിയെ ചെക്കപ്പ് ചെയ്തു. ബോഡി വീക്കാണ്. എന്നാലും പണം റെഡിയാക്കി വെക്കാനും എല്ലാം ഓക്കെ ആകുന്ന സമയം നമുക്ക് പെട്ടെന്ന് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞതിനോട് ആബിദ് തലയാട്ടി. അത്രയും പണം ഉണ്ടാക്കാൻ ഇനി എന്ത് മാർഗമെന്ന് ആലോചിച്ചാണ് അവൻ ഡ്രൈവ് ചെയ്തത് തന്നെ. എന്നാൽ വീടെത്തുവോളം ആലോചിച്ചിട്ടും ഒരു മാർഗവും അവൻ്റെ മനസ്സിൽ തെളിഞ്ഞില്ല. അതേ ചിന്തയോടെ നിന്നവനെ പക്ഷേ ഐഷുമ്മയുടെ പ്രവൃത്തിയിൽ പരിസരബോധമുണ്ടാക്കി. ഐഷുമ്മ ഒരു ഭ്രാന്തിയെപ്പോലെ ആ പൊതിയും പിടിച്ച് എന്തൊക്കെയോ പറയുന്നു, ചിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കരയുന്നുണ്ട്. ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും കുറച്ചു നേരം ഉമ്മയെ വീക്ഷിച്ചു നിന്നിരുന്ന ആബിദിന് ഉമ്മയുടെ മാനസിക നില തെറ്റിയെന്ന് മനസ്സിലായി. അല്ലെങ്കിലേ മനുഷ്യൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. അതിൻ്റെ ഇടയിൽ കൂനിന്മേൽക്കുരി എന്ന് പോലെ പറഞ്ഞതുപോലെ ആയല്ലോ പഠിച്ചോനെ. ഇനിയിപ്പോൾ ഉമ്മാനെ ചികിത്സിക്കാൻ എന്ത് ചെയ്യും? ആബിദ് ഉമ്മയുടെ അവസ്ഥയിൽ ഓർത്തതാണ് അതാണ്. പക്ഷെ അങ്ങനെ ഓർത്തും ചിന്തിച്ചും ഇരിക്കുമ്പോൾ അവനൊരു ബുദ്ധി തോന്നി. തൻ്റെ മനസ്സിലുള്ള ഐഡിയ പോലെ കാര്യങ്ങളെല്ലാം നടക്കും. ചാച്ചുവിൻ്റെ ഓപ്പറേഷനും തൻ്റെ വിവാഹവും എല്ലാം. അവൻ ഉപ്പയുടെ അടുത്തേക്ക് പോയി. ഐഷുമ്മയുടെ അസുഖത്തിൽ വിഷമിച്ചിരിക്കുകയാണ് ആചാര്യ. സ്വർണം കൊടുത്തതിനോ അത് നഷ്ടമായതിനോ ഒന്നും അയാൾക്ക് ഐഷുമ്മയെ വഴക്ക് പറയാൻ കഴിയില്ല. ആളെന്ത് ചെയ്താലും നല്ലതായാലും ചീത്തയായാലും എല്ലാത്തിനും സപ്പോർട്ട് നിന്നിട്ടേ ഉള്ളൂ. സ്വർണം പോയതിൽ അയാൾക്കൊരു സങ്കടവുമില്ല. പക്ഷേ ഐഷുമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധിയായതിൽ സങ്കടമുണ്ട്. ആബിദ് ആര്യയുടെ മുന്നിൽ നിന്ന് മുരടനയ്ക്ക്. ഉപ്പ, നമുക്ക് നമ്മുടെ ഈ വീടും സ്ഥലം വിറ്റ് എവിടേക്കെങ്കിലും പോയാലോ? ഉപ്പാക്കറിയില്ലേ ഇപ്പോൾ ഉമ്മാൻ്റെ അവസ്ഥ? ഉമ്മാനെ പറ്റിച്ചപ്പോൾ മനസ്സ് കൈവിട്ടതാണെന്ന് നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? നമുക്ക് ഈ വീട് വിറ്റ് വേറെ എവിടെയെങ്കിലും പോവാം. അതാവുമ്പോൾ വേറെ സ്ഥലമാവില്ലേ? അവിടെയുള്ളവർക്ക് നമ്മളെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ. ആബിദ് പറഞ്ഞതിന് അയാൾ തലയാട്ടി പെട്ടെന്ന് തന്നെ സമ്മതം അറിയിച്ചു. അയാൾ ഐഷുമ്മയുടെ അവസ്ഥയിൽ മനം നൊന്തിരിക്കുന്നതിനാൽ എന്തു തന്നെ ആയാലും വേണ്ടില്ല, എല്ലാം നീ ചെയ്യുന്നൊരവസ്ഥയിലായിരുന്നു. ഉപ്പയുടെ അടുത്ത് നിന്നും എത്രയും പെട്ടെന്ന് സമ്മതം കിട്ടുമെന്ന് ഒരിക്കലും കരുതിയതല്ലാത്തത് കൊണ്ട് തന്നെ ഉപ്പയുടെ സമ്മതം അവനേറെ സന്തോഷിപ്പിച്ചു. ഉമ്മ പുറത്തേക്ക് ഇറങ്ങുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് റസിയെ പറഞ്ഞേൽപ്പിച്ചു. ഒരിക്കലും പുറത്തേക്ക് എവിടേക്കും വിടരുത് എന്നും അവളോട് 1-2 പ്രാവശ്യം ഓർമ്മപ്പെടുത്തി അവൻ വേഗത്തിൽ പുറത്തേക്ക് പോയി. ഇന്ന് തന്നെ വീട് വിൽക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. ഏതെങ്കിലും ബ്രോക്കറോട് പറയാം, അല്ലെങ്കിൽ നേരിട്ട് ആർക്കെങ്കിലും വേണമെന്ന് നോക്കാം. വിറ്റ് പണം കയ്യിൽ വന്നാൽ ആദ്യം മോൻ്റെ ഓപ്പറേഷൻ നടത്താം. പിന്നെ വീടും സ്ഥലവും വാങ്ങിക്കുന്ന ആളോട് 1 മാസമെങ്കിലും വീട്ടിൽ നിൽക്കാനുള്ള പെർമിഷൻ വാങ്ങിക്കണം. അങ്ങനെയെങ്കിൽ മോൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അവർ വേറെ വീട്ടിലൊരു മാസം നിൽക്കേണ്ടി വരും. അപ്പോൾ ആ 1 മാസത്തിൻ്റെ ഇടയിൽ വിവാഹവും നടത്തി വേറെ വീടും വാങ്ങി അതിലേക്ക് താമസവും മാറ്റാം. അപ്പോൾ പിന്നെ വീട് വാങ്ങുന്ന നാട്ടുകാർക്ക് തങ്ങളുടെ ജീവചരിത്രം അറിയില്ലല്ലോ. ആബിദിൻ്റെ ആഗ്രഹപ്രകാരം വീടും സ്ഥലവും വിൽക്കുന്നത് അറിഞ്ഞ ഒരാൾ വന്നു. ബ്രോക്കർ മുഖേന അല്ലാത്തത് കൊണ്ട് തന്നെ നല്ല വിലയും കിട്ടി. ഇനി തങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് വാങ്ങണം, ഇടത്തരം. അതും ബ്രോക്കർ വഴിയും അല്ലാതെയും അന്വേഷിക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ ഇതുപോലെ ബ്രോക്കർ ഇല്ലാതെ കാര്യം നടക്കും. നല്ലൊരു സംഖ്യ വീടും സ്ഥലവും വിറ്റപ്പോൾ കിട്ടിയിട്ടുണ്ട്. വീട് വിറ്റതിന് ശേഷമാണ് മറ്റു മക്കൾ അറിഞ്ഞത് തന്നെ. ഉമ്മയുടെ അസുഖവും അവർ അറിയാൻ വൈകി. ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നവർ ആയിരുന്നു. പക്ഷേ ആ നേരമൊക്കെ ഐഷുമ്മയെ റൂമിന് വെളിയിൽ ഇറങ്ങാൻ സമ്മതിച്ചില്ല ആചാര്യ. ആര് വന്നാലും ഉമ്മ കിടക്കാണ്, ശല്യപ്പെടുത്തേണ്ട എന്നൊരു വാക്ക് പറയുന്നത് കൊണ്ട് അവർ അതിനെ മുതിർന്നിരുന്നില്ല. പക്ഷേ വീട് വിറ്റതിന് ശേഷം വീട് വിറ്റതും ഉമ്മയുടെ അസുഖവും എല്ലാം എങ്ങനെയൊക്കെയോ അവരറിഞ്ഞിട്ടുണ്ട്. പക്ഷെ മക്കൾക്കെതിരെ
അതിനെതിരെ ശബ്ദിക്കാൻ കഴിയില്ലായിരുന്നു. അവർക്ക് ഹാജിയാരെ ഭയമായിരുന്നു. അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു വീട് ശരിയായി. പക്ഷേ അത് സുൽഫിയും കുടുംബവും താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ആ ആൾതാമസമില്ലാത്ത വീടാണെന്നും അവരും തങ്ങളുടെ അടുത്തേക്ക് ആബിദും കുടുംബവും വരുന്നത് ഷാക്കിറും ഫാമിലിയും അറിഞ്ഞതേയില്ല. പതിവ് പോലെ അച്ചായൻ്റെ വീട്ടിലേക്ക് മോളെ കൊണ്ടുപോയ ക്ഷേത്രത്തിൽ നിന്നും തങ്ങളുടെ അടുത്ത വീട് നോക്കാൻ ആൾക്കാർ വന്നത് ഷാക്കിർ അറിഞ്ഞിരുന്നുവെങ്കിലും അത് ആരാണെന്ന് ചിന്തിച്ചിരുന്നില്ല അവൾ. വീട് കാണാൻ വന്നവർക്ക് വീട് ഇഷ്ടമായിട്ടുണ്ടെന്നും അവർ ചിലപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് താമസിക്കാൻ വരുമെന്നും പിന്നൊരു ദിവസം അന്നമ്മ ചേട്ടത്തിയിൽ നിന്നും ഷാക്കിറ അറിഞ്ഞിരുന്നു. ചേട്ടത്തിയോടും മക്കളോടും ഷാക്കിറ ഇപ്പോൾ നല്ല കൂട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷാക്കിറ അറിയാത്ത കാര്യങ്ങൾ അവരാണ് അവളോട് പറയുന്നത്. ഹോസ്പിറ്റലിൽ ചെന്ന് പണം അടച്ചു. ആബിദ് കുഞ്ഞിൻ്റെ ഓപ്പറേഷന് വേണ്ട അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ വേണ്ടി തങ്ങൾ താമസിച്ചിരുന്ന ആ വീട് വിറ്റിയെന്നും ഇനി മുതൽ വേറെ സ്ഥലത്തെ പുതിയ വീട്ടിൽ ആണ് താമസമെന്നും അറിഞ്ഞ ചാച്ചുവിനും ആ അവശതയിലും അന്ന് തന്നെ ആ വീട്ടിൽ താമസിക്കണമെന്ന് അതിയായ വാശിയായി. അവൻ്റെ ഓപ്പറേഷന് മുന്നേ അവർ അവൻ്റെ വാശിയിൽ പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ തീരുമാനിച്ചു. ആബിദ് വിചാരിച്ചിരുന്നത് അവരുടെ ഓപ്പറേഷൻ ടൈമിൽ കല്യാണവും കഴിച്ച് അവളെയും കൊണ്ട് പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാമെന്നായിരുന്നു. എന്നാൽ ചാച്ചുവിൻ്റെ വാശിക്ക് മുന്നിൽ അവൻ്റെ ആ പ്ലാനും ഇല്ലാതായി. 2 ദിവസം കഴിഞ്ഞുള്ള ദിവസം നല്ലതാണ് വീട് മാറി താമസിക്കാൻ എന്ന് പറഞ്ഞ് അന്ന് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി. പുതിയൊരു സാധനം വാങ്ങുന്നില്ല, വീട്ടിലെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അശുമയുടെ മറ്റു മക്കളൊന്നും പുതിയ വീട്ടിലേക്ക് വന്നില്ല. അവരെല്ലാവരും ഉമ്മയുടെ കാര്യങ്ങൾ അറിഞ്ഞതും ഉമ്മയുടെ സ്വബോധത്തോടെ അല്ലെങ്കിലും സമ്മതമുണ്ട് വീട് വിൽക്കാൻ അതറിഞ്ഞതുമെല്ലാം അവരുടെ ദേഷ്യം കൂട്ടുകയാണ് ചെയ്തത്. ഹാജിയാർക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറിയാൽ മതി എന്നായിട്ടുണ്ട്. ജീവിതം തന്നെ മടുത്തു പോയിട്ടുണ്ട് അയാൾക്ക്. പതിവ് പോലെ മോളെ വൈകുന്നേരം എടുത്തുകൊണ്ട് പോയതാണ് ചേട്ടത്തി. മോളിപ്പോൾ ആ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ്. ഷാക്കി, നാളെ നമുക്ക് പുതിയ അയൽവാസികൾ വരുന്നുണ്ട്. മോളെ വയറ്റിലുണ്ടായിരുന്നത് പോലെയല്ല ഷാക്കിറക്കപ്പോൾ തീരെ വയ്യ. ഒന്നിടവിട്ട് ട്രിപ്പ് ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ എഴുന്നേൽക്കില്ല. മോളെ കൊണ്ടുപോകാൻ അധികവും ഉമ്മയാണ് ചെല്ലുന്നത്. ഷാക്കിറക്ക് മോളെ അവർ കൊണ്ടുപോകുന്നത് ചെറിയൊരു ആശ്വാസം തന്നെയാണ്. മറ്റൊന്നുമല്ല, ഉമ്മാക്ക് വീട്ടുജോലിയും മോളെയും നോക്കാൻ കഴിയുമോ എന്നൊരു ചിന്തയാണ് അവൾക്ക്. തൂക്കാനും തുടക്കാനും എല്ലാം ആളുണ്ടെങ്കിലും ഉമ്മ തനിയെ ജോലി ചെയ്യുന്നതും തന്നെ നോക്കുന്നതും കാണുമ്പോൾ വിഷമമാണ് ഷാക്കിറക്ക്. അതുകൊണ്ട് തന്നെ മോളെ അവർ കൊണ്ടുപോകുമ്പോൾ മോളുടെ കാര്യം നിയാസ് വരുവോളം അങ്ങനെ കഴിയുമല്ലോ എന്നോർത്തു. ചേട്ടത്തി പറഞ്ഞതിന് അവളൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. മോൾക്ക് ഇനിയൊരു ആങ്ങളായിരിക്കും വരാൻ പോകുന്നത് കേട്ടോ, അതാണ് നിനക്ക് ഇത്രയും ക്ഷീണം. ചേട്ടത്തി പറഞ്ഞതിന് അവൾ അറിയില്ല എന്ന് പറഞ്ഞ് ചിരിച്ചു. ഇതൊന്ന് നിവർന്നു നിന്നതാ, ഞാനൊന്ന് പോട്ടെ എന്ന് പറഞ്ഞ് മോളുടെ കൈ പിടിച്ച് നടന്നു. ഭർത്താവേ, ഒരു പാവം പെങ്കൊച്ചാ, ഇതിന് നീ ഒരു ആൺകുഞ്ഞിനെ നൽകണമേ എന്ന് അന്നമ്മ ചേട്ടത്തി പ്രാർത്ഥിച്ചു. ആരായിരിക്കും ഈ പുതിയ വീട്ടിലേക്ക് താമസിക്കാൻ വരുന്നത്? പുതിയ താമസക്കാർ വരുന്നു എന്ന് കേട്ടത് മുതൽ തൻ്റെ ഹൃദയം അകാരണമായി മിടിപ്പ് കൂടുന്നത് എന്തുകൊണ്ടാണ്? മോളെയും കൊണ്ട് വീട്ടിലേക്ക് നടക്കുമ്പോൾ ഷാക്കിറ ഇങ്ങനെ ചിന്തിച്ചു പോയി. ഉമ്മച്ചി, ഉമ്മച്ചി, മോള് തന്നെ തോണ്ടി വിളിക്കുന്നത് കണ്ട് അവൾ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി. മുഖം വീർപ്പിച്ച് 2 കവിളിലും കൈകൊണ്ട് കുത്തി. ഞാൻ ഉമ്മച്ചിയോട് തെറ്റിയെന്ന് പറഞ്ഞു നിൽക്കുകയാണ് അവൾ. എന്താ മോളെ? ഷാക്കിറ ചിന്തയിൽ നിന്നുണർന്ന് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ ചേട്ടത്തിയുടെ വീട്ടിലുണ്ടായതെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഷാക്കിറ പക്ഷേ അത് കേട്ട് മൂളുന്നില്ല. അവളോട് തിരിച്ച് അതിനെപ്പറ്റി ഇടയിലൊന്നും ചോദിക്കുന്നുമില്ല. അതിൻ്റെ കലിപ്പിലാണവൾ. ഉമ്മച്ചി നോക്കേ. ഷാക്കിറ എന്താണെന്ന് ചോദിച്ചപ്പോൾ തന്നെ മോള് തൻ്റെ കയ്യിലെ വളകൾ കാണിച്ചു കൊടുത്തു. കൈ നിറയെ ഇടകലർത്തി കുപ്പിവളകൾ ഇട്ടിരിക്കുന്നു. അത് നല്ല പാകത്തിന് കിടക്കുന്നുണ്ട്. 2 തരം വളകളും ഇടകലർത്തി ഇട്ടിരിക്കുന്ന കുഞ്ഞു കൈകൾ കാണാൻ നല്ല ചേലുണ്ട്. ഷാക്കിറ 2 കൈയും പിടിച്ചെടുത്ത് ഓരോ മുത്തം നൽകി. അത് മതിയായിരുന്നു അവളുടെ പരിഭവം തീരാൻ. അവൾ ഷാക്കിറയെ തനിക്ക് എത്തുന്ന രീതിയിൽ ഇരിക്കാൻ പറഞ്ഞു. ഷാക്കിറ അവൾ പറഞ്ഞതുപോലെ നിന്നപ്പോൾ വയറിൽ കൈവച്ചുകൊണ്ട് ബേബി വന്നിട്ട് താത്ത തരാട്ടോ വള എന്ന് പറഞ്ഞു. ആഹാ, മോൾക്കപ്പോൾ ഗേൾ ബേബിയാണോ വേണ്ടേ? അവളുടെ ആ പ്രവൃത്തി കണ്ട് ഷാക്കിറ ചോദിച്ചു. എനിക്ക് 2 ബേബി വേണം, ഒരു ആണു ബേബി, ഒരു പെണ്ണു ബേബി. അവൾ തൻ്റെ കൈവിരൽ മടക്കിക്കൊണ്ട് പറഞ്ഞു. നമ്പടി കള്ളി, എന്താ ആഗ്രഹം? ഷാക്കിറ അവളുടെ കവിൾ പിടിച്ച് പറഞ്ഞപ്പോൾ അവൾക്ക് നാണം വന്നു. ഇപ്പം മോള് വാ, നമുക്ക് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സന്തോഷത്തോടെ നോക്കണം കേട്ടോ. എൻ്റെ മോളെ ഇത്താത്തല്ലേ, അവളിനി ആൺകുട്ടിയാണെങ്കിലും കുഞ്ഞിനെ ഇഷ്ടമായില്ലെങ്കിലും എന്ന് വിചാരിച്ച് പറഞ്ഞപ്പോൾ അവൾക്ക് ഗമയായി.
ഞാൻ ഇത്താറ്റാണ്. അങ്ങനെ ഓരോന്നും പറഞ്ഞ് വീട്ടിലേക്ക് കയറിയപ്പോഴാണ് സജിന വന്നത് കണ്ടത്. അവൾ ഷാക്കിറയെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരുടെയും കണ്ണുകൾ എന്തിനാണെന്നറിയാതെ നിറഞ്ഞിരുന്നു. നീ വാ. തൻ്റെ കണ്ണുകൾ തുടച്ച് ഷാക്കിറ സജിനയും കൊണ്ട് അടുക്കളയിലേക്ക് നടന്നപ്പോൾ സജിന മോളെ വാരിയെടുത്തിരുന്നു. മാമി മോൾക്ക് എന്തൊക്കെയാ കൊണ്ടുവന്ന് നോക്കിയേ. സജിന താൻ കൊണ്ടുവന്ന കവറെടുത്ത് മോളുടെ കയ്യിൽ കൊടുത്തു. തനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം കിട്ടിയ സന്തോഷത്തിൽ അവൾ സജിനയിൽ നിന്നും ഊർന്നിറങ്ങി അതും കൊണ്ട് സോഫയിൽ കയറിയിരുന്നു. സജിനയും ഷാക്കിറയും തമ്മിൽ വാത്തോരാതെ സംസാരിക്കാറില്ല എങ്കിലും അവർ തമ്മിൽ നല്ലൊരു അടുപ്പവും ബോണ്ടുമുണ്ട്. ഷാക്കിറ സജിനയ്ക്ക് വേണ്ട ചായ ഉണ്ടാക്കാൻ പാത്രം എടുത്തപ്പോഴേക്കും അവൾ അത് പിടിച്ചു വാങ്ങിയിരുന്നു. ഈ ഇവിടെ ഇരിക്കേ, ഇപ്പോൾ തല പൊന്തിയതല്ലേ ഉള്ളൂ എന്ന് മൂത്തമ്മ പറഞ്ഞല്ലോ, അപ്പോൾ എനിക്ക് വേണ്ടത് ഞാൻ ഉണ്ടാക്കിക്കോളാം. സജിന അങ്ങനെ പറഞ്ഞുകൊണ്ട് പാലും വെള്ളവും പഞ്ചസാരയും ചേർത്ത് പാത്രം അടുപ്പത്ത് വെച്ചു. ഉമ്മയും ഉപ്പയും കൂടെ ഉപ്പയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മറിച്ചതറിഞ്ഞ് അങ്ങോട്ട് പോയതാണ്. ചായ ഉണ്ടാക്കി അടുക്കളയിലുള്ള ടേബിളിൽ തന്നെ വെച്ച് രണ്ട് ഗ്ലാസും പലഹാരങ്ങളും എടുത്ത് അവൾ ഷാക്കിറയും അവിടെ പിടിച്ചിരുത്തി. കഴിക്ക്. താൻ കൊണ്ടുവന്ന അവൾക്കിഷ്ടപ്പെട്ട ചിക്കൻ സമൂസയും മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് കൊടുത്തു സജിന. ഞാനാ നീയാ ഇവിടുത്തെ വിരുന്നുകാരി? അവളുടെ പ്രവൃത്തികൾ കണ്ട് ഷാക്കിറ ചോദിച്ചു. എന്താ സംശയം? ഞാനല്ല, ഇതെൻ്റെ വീടല്ലേ. സജിന അതിനുള്ള മറുപടി കൊടുത്തു. ഡീ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. സജിന ഷാക്കിറയോടായി പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെ അനുവാദം ചോദിച്ചുകൊണ്ട് എന്താണ് പറയാനുള്ളത് എന്നോർത്ത് ചോദ്യഭാവത്തിൽ അവൾ സജിനയുടെ മുഖത്തേക്ക് നോക്കി. ഡീ, ആ തള്ളക്ക് ഭ്രാന്തായടി, ആ ഐഷുമ്മക്ക്. എനിക്ക് മനസ്സിലായില്ലേ, എൻ്റെ ആദ്യത്തെ അമ്മായിമ്മക്ക് എന്ന് പറഞ്ഞ് സ്വർണം പോയതും വീട് വിറ്റതും മോൻ്റെ അസുഖവും എല്ലാം തന്നെ വിശദമായി പറഞ്ഞു അവൾ. എല്ലാം കേട്ട് ഷാക്കിറയ്ക്ക് ഐഷുമ്മക്ക് അങ്ങനെ വന്നതിലൊരു വിഷമമോ സഹതാപമോ തോന്നിയില്ല. പക്ഷെ ചാച്ചുമോൻ്റെ അസുഖം അത് കേട്ടപ്പോൾ അവൾക്ക് വിഷമം തോന്നി. പാവം, അതൊരു കുഞ്ഞല്ലേ, അതിന് ഇങ്ങനെ ഒരു അസുഖം കൊടുത്ത് പരീക്ഷിക്കണ്ടായിരുന്നു എന്നൊരു തോന്നൽ. എടി, അവർ വേറെ എവിടെ വീട് വാങ്ങിയിട്ടുണ്ടെന്ന്. എവിടെയാണെന്ന് ആവൃത്തി മാത്രമേ അറിയൂ. സജിന താൻ അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. അവരെങ്ങനെ വേണമെങ്കിലും ജീവിക്കട്ടെ സജി. ഒരു കണക്കിന് അവർ അങ്ങനെ ആയതുകൊണ്ട് അല്ലേ എനിക്കിങ്ങനെ ഒരു ജീവിതം കിട്ടിയത്. ഷാക്കിറക്ക് അവരുടെ ജീവിതത്തിൽ നടന്നതൊക്കെ കേട്ട് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. എത്രയൊക്കെ തന്നെ ഉപദ്രവിച്ചവർ ആയിരുന്നുവെങ്കിലും ആർക്കും ദോഷം ഒന്നും ഉണ്ടാകണമെന്നോ അവർ തകർന്നു കാണണമെന്നോ അവൾക്കില്ലായിരുന്നു. എനിക്കറിയാമായിരുന്നു ഇതെല്ലാം അറിയുമ്പോൾ നീ ഇങ്ങനെ തന്നെ പറയൂന്ന്. എനിക്ക് ഉറപ്പായിരുന്നു. സജിന ഷാക്കിറയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനൊക്കെ ആണെങ്കിലേ തള്ള മരിച്ചു പോയെങ്കിലൊന്ന് പ്രാഗ്യേന. അല്ല സജി, നിനക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ. മക്കളെയും കൊണ്ട് റഷിക്കയോട് വരാൻ പറ. ഷാക്കിറ സജിനയോട് 2 ദിവസം നിൽക്കാൻ വേണ്ടി നിർബന്ധിച്ചു. ഷാക്കിറയുടെ നിർബന്ധം കാരണം അവൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് വിളിച്ചു വരാൻ വേണ്ടി റഷീദക്കയോട് പറഞ്ഞപ്പോൾ റഷീദക്ക സമ്മതിക്കുകയും ചെയ്തു. നിയാസിൻ്റെ ഉമ്മയും ഉപ്പയും എത്തി. സജിനയും ഫാമിലിയും 2 ദിവസം ഇവിടെ ഉണ്ടാകുമെന്നറിഞ്ഞതോടെ നിയാസിൻ്റെ ഉമ്മ സജിനയുടെ ഉമ്മയെയും ഉപ്പയെയും വിളിച്ച് 2 ദിവസം ഇവിടെ കൂടാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വന്നപ്പോൾ ഒച്ചയും ബഹളവും എല്ലാം ഒരു രസമായിരുന്നു. നിയാസ് കൂടെ എത്തി. എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ അടുത്ത വീട്ടിൽ പുതിയ താമസക്കാർ വരുന്നതിനെ പറ്റി സംസാരമുണ്ടായി. അത് നല്ലതാ. നിങ്ങളിവിടേക്ക് താമസം മാറിയിട്ട് എത്രയായി? എന്നിട്ട് ഇപ്പോഴല്ലേ ഒരു താമസക്കാർ വരുന്നത്? എപ്പോഴും അയൽവാസികളുള്ളത് ഒരു സഹായത്തിന് നല്ലതാ. സജിനയുടെ ഉപ്പ പറഞ്ഞപ്പോൾ എല്ലാവരും അത് അനുകൂലിച്ചു. ഏത് മതമായാലും നല്ലവരായാൽ മതിയായിരുന്നു. നിയാസിൻ്റെ ഉമ്മ അത് പറഞ്ഞ് നെടുവീർപ്പിട്ടു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.